നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തവും ഊർജ്ജസ്വലവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി പുതിയ ദേശീയ നേതൃനിര പ്രഖ്യാപിച്ചിരിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ ടീം വരാനിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സുപ്രധാന ചുവടുവെപ്പാണ് നടത്തുന്നത്. പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളുടെയും ഊർജ്ജസ്വലരായ യുവമുഖങ്ങളുടെയും കൃത്യമായ തെരഞ്ഞെടുപ്പാണ് പുതിയ സംഘടനാ ഘടനയിൽ പ്രകടമാകുന്നത്. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ തെക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യവും ഈ പുനഃസംഘടനയ്ക്ക് പിന്നിലുണ്ട്. സ്ത്രീ പ്രാതിനിധ്യത്തിന് മുൻപില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പാർട്ടി ഈ പുതിയ മുന്നേറ്റത്തിന് കളമൊരുക്കിയിരിക്കുന്നത്. ഇത് രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് സ്ത്രീ വോട്ടർമാരിലേക്കും പാർട്ടിയുടെ സന്ദേശം കൂടുതൽ ശക്തമായി എത്തിക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ജനകീയ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് പുതിയൊരു ഉണർവ് നൽകും. താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തന പരിചയവും രാജ്യവ്യാപകമായ ജനകീയ സ്വാധീനവും പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയ മുതൽക്കൂട്ടാകും. BJPയുടെ പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവെന്ന നിലയിൽ അവരുടെ പുതിയ ചുമതല പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നതിൽ സംശയമില്ല. നാരി ശക്തൻ വന്ദൻ അധിനിയം പോലുള്ള സുപ്രധാന നിയമനിർമ്മാണങ്ങളിലൂടെ രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിന് മുൻകൈയെടുത്ത BJP തങ്ങളുടെ സംഘടനാ തലത്തിലും ഇത് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. തിരഞ്ഞെടുത്ത 13 ദേശീയ വൈസ് പ്രസിഡന്റുമാരിൽ 6 പേരും വനിതകളാണ് എന്നത് പാർട്ടി തീരുമാനങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തവും തീരുമാനമെടുക്കാനുള്ള അധികാരവും ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഇത് സമൂഹത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന് പാർട്ടി നൽകുന്ന പരമപ്രധാനമായ പരിഗണനയാണ് കാണിക്കുന്നത്. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ വസുന്ധര രാജെ ദേശീയ വൈസ് പ്രസിഡന്റ് പദവിയിൽ തുടരുന്നത് പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾക്കും ഭരണപരിചയ സമ്പന്നതയ്ക്കും വലിയ കരുത്ത് പകരും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിൽ മുതിർന്ന നേതാക്കളുടെ ഇത്തരം തുടർച്ചയായ സേവനങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനിവാര്യമാണ്. അവരുടെ സാന്നിധ്യം പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വലിയ ആശ്വാസം നൽകും. കേരളം, പശ്ചിമ ബംഗാൾ, ഒഡീഷ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള നേതാക്കൾക്ക് ഉയർന്ന സംഘടനാ പദവികൾ നൽകിയിരിക്കുന്നത് പാർട്ടിയുടെ വിപുലീകരണ നയത്തിൻ്റെ ഭാഗമാണ്. ഈ സംസ്ഥാനങ്ങളിൽ ദേശീയവാദ രാഷ്ട്രീയത്തിന് കൂടുതൽ വേരോട്ടമുണ്ടാക്കാനും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും ഈ നേതൃമാറ്റം സഹായിക്കും. രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും പാർട്ടിയുടെ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു പുനഃസംഘടന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന തത്വത്തോടുള്ള പാർട്ടിയുടെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് പുതിയ ആശയങ്ങളുമായി എത്തുന്ന പ്രമുഖരെ ഒപ്പം കൂട്ടിക്കൊണ്ട് പാർട്ടി തൻ്റെ അടിത്തറ കൂടുതൽ വിശാലമാക്കുകയാണ്. സന്ദീപ് പഥക് പോലുള്ള പുതിയ മുഖങ്ങളെ ദേശീയ സെക്രട്ടറിമാരായി ഉയർത്തിയത് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ കൂടുതൽ ചലനാത്മകത സൃഷ്ടിക്കും. യുവതലമുറയുടെ ആശയങ്ങളും ഊർജ്ജവും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേക്ക് സംയോജിപ്പിക്കാൻ ഈ ഒരു തീരുമാനം സഹായിക്കും. തിരംഗ് സിംഗ് റാവത്ത്, റാം മാധവ്, ബൈജയന്ത് ജയ്പാണ്ഡ, ഡി പുരശ്വരി തുടങ്ങിയ പരിചയസമ്പന്നരായ നേതാക്കൾ വൈസ് പ്രസിഡന്റുമാരായി എത്തുമ്പോൾ അത് പാർട്ടി സംഘടനയ്ക്ക് കൂടുതൽ അച്ചടക്കവും ലക്ഷ്യബോധവും നൽകുന്നു. നയപരമായ തീരുമാനങ്ങൾ കൃത്യമായി താഴെത്തട്ടിൽ നടപ്പിലാക്കാനും സംഘടനാപരമായ ഐക്യം കാത്തുസൂക്ഷിക്കാനും ഈ നേതൃനിര സഹായിക്കും. BL സന്തോഷ് ദേശീയ ജനറൽ സെക്രട്ടറിയായി തൻ്റെ ചുമതല തുടരുന്നതും അദ്ദേഹത്തോടൊപ്പം ജോയിന്റ് ജനറൽ സെക്രട്ടറിമാരായ ശിവ് പ്രകാശും സൗദാൻ സിംഗും പ്രവർത്തിക്കുന്നതും പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കുന്നു. അടിയുറച്ച സംഘടനാ തത്വങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും അടിസ്ഥാനത്തിലേക്കാണ് BJP പ്രവർത്തിക്കുന്നതെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണിത്. ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പാർട്ടി തൻ്റെ ആശയവിനിമയ സംവിധാനങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയും ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അനിൽ ബലൂനി, അനിൽ കുമാർ അഗർവാൾ, പ്രദീപ് ഭണ്ഡാരി, ദീപക് മസ്കെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പുതിയ സോഷ്യൽ മീഡിയ ടീം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ഇത് പാർട്ടിക്ക് വലിയ മുൻതൂക്കം നൽകും. ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ ദേശീയ നേതൃനിരയുടെ പ്രഖ്യാപനവും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാറ്റങ്ങളും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് നിരീക്ഷിക്കാവുന്നതാണ്. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ ടീം വരാനിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പാർട്ടിയെ പൂർണ്ണമായും സജ്ജമാക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ്. പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളുടെയും ഊർജ്ജസ്വലരായ യുവമുഖങ്ങളുടെയും കൃത്യമായ സന്തുലിതാവസ്ഥയാണ് പുതിയ സംഘടനാ ഘടനയിൽ പ്രകടമാകുന്നത്. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ തെക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം, പശ്ചിമ ബംഗാൾ, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള നേതാക്കൾക്ക് ഉയർന്ന സംഘടനാ പദവികൾ നൽകിയിരിക്കുന്നത് അഭിനന്ദനാർഹമായ ഒരു ചുവടുവെപ്പാണ്.
കൂടാതെ സ്ത്രീ പ്രാതിനിധ്യത്തിന് മുൻപില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട 13 ദേശീയ വൈസ് പ്രസിഡന്റുമാരിൽ 6 പേരെയും വനിതകളാക്കി തിരഞ്ഞെടുത്തത് നാരീശക്തി എന്ന ആശയത്തോടുള്ള പാർട്ടിയുടെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും ജനകീയ നേതാവുമായ സ്മൃതി ഇറാനിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരികെ കൊണ്ടുവന്നതും വസുന്ധര രാജയെപ്പോലുള്ള മുതിർന്ന നേതാക്കളുടെ സേവനം തുടർന്ന് ഉപയോഗപ്പെടുത്തുന്നതും പാർട്ടിയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം കൂട്ടിക്കൊണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന തത്വം പ്രാവർത്തികമാക്കുന്ന ഈ ഒരു പുനഃസംഘടന ആധുനിക ഡിജിറ്റൽ യുഗത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. പാരമ്പര്യവും ആധുനികതയും സമന്വയിച്ചുകൊണ്ടുള്ള ഈ ഒരു കരുത്തുറ്റ നേതൃനിര വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ നേരിടാനും ദേശീയതയുടെ രാഷ്ട്രീയത്തെ കൂടുതൽ ജനകീയമാക്കാനും പാർട്ടിയെ പ്രാപ്തമാക്കുമെന്നതിൽ സംശയമില്ല. പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വർഷങ്ങളായി പ്രവർത്തിച്ച പരിചയമുള്ള മുതിർന്ന നേതാക്കളെയും ഊർജ്ജസ്വലരായ യുവനിരകളെയും ഒരുമിച്ച് അണിനിരത്താനാണ് BJP ശ്രമിക്കുന്നത്. ഈ ഒരു കരുത്തുറ്റ നേതൃനിര വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ പാർട്ടിയെ പൂർണ്ണമായും സജ്ജമാക്കുന്നു. BJPയുടെ ഈ ഒരു പുതിയ പുനഃസംഘടന വരാനിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ വെല്ലുവിളികളെയും നേരിടാൻ പാർട്ടി പൂർണ്ണമായും സജ്ജമാക്കുന്ന ഒന്നായി മാറുകയാണ്. സ്മൃതി ഇറാനിയെപ്പോലുള്ള കരുത്തരായ നേതാക്കളുടെ തിരിച്ചുവരവും വർദ്ധിച്ചുവരുന്ന സ്ത്രീ പ്രാതിനിധ്യവും യുവാക്കൾക്ക് നൽകുന്ന മുൻഗണനയും പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ഉണർത്തും. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ദേശീയതയുടെ രാഷ്ട്രീയത്തെ കൂടുതൽ ജനകീയമാക്കാൻ ഈ പുതിയ ടീമിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അധ്യക്ഷൻ നിതിൻ നബിന്റെയും നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന പാർട്ടി വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയങ്ങൾ കൊയ്യാൻ തക്കവണ്ണമുള്ള തന്ത്രപരമായ ചുവടുകളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. വികസനവും സ്ത്രീ ശാക്തീകരണവും മുഖമുദ്രയാക്കിയിട്ടുള്ള ഈ ഒരു മുന്നേറ്റം ഭാരത രാഷ്ട്രീയത്തിൽ BJPയുടെ വേരുകൾ കൂടുതൽ ആഴത്തിൽ പതിപ്പിക്കുമെന്ന് ഉറപ്പാണ്. പുതിയ നേതൃനിരയുടെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നാണ് ഈ ഒരു പുനഃസംഘടന നൽകുന്ന പ്രധാന സൂചന. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനും താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഈ മാറ്റങ്ങൾ ഏറെ സഹായകരമാകും. ദേശീയതയുടെയും വികസനത്തിൻ്റെയും ആശയങ്ങൾ സമൂഹത്തിലെ എല്ലാ തലത്തിലേക്കും കൃത്യമായി എത്തിക്കാൻ ഈ ഒരു പുതിയ ടീമിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.